ഹലോ പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്ത്യ ട്രാവൽ വ്യൂസ് ആൻഡ് കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങളെ ഒരു പുതിയൊരു വീഡിയോയുടെ പരിചയപ്പെടുത്തുകയാണ്. ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് നല്ല പോത്തിന്റെ നല്ല അടിപൊളി സൂപ്പറായിട്ടുള്ള ഒരു ഹൃദയം ആണ് നമ്മളിന്ന് ഇവിടെ പാചകം ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മളിവിടെ വാങ്ങിയിരിക്കുന്ന ഈ എരുമയുടെ 2 കിലോ തൂക്കമുള്ള ഒരു ഹൃദയമാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. ഈ ഹൃദയം ഇതെങ്ങനെ നമുക്ക് കറി വെക്കാം. പോത്തിന്റെ ഹാർട്ട് ഇതാണ് നമ്മുടെ നായകനായിരിക്കുന്ന നമ്മുടെ പോത്ത്. ഇവന്റെ ഹൃദയമാണ് നമ്മളിന്ന് വാങ്ങി വെച്ചിരിക്കുന്നത്. ഈ ഹൃദയം 2 കിലോയോളം തൂക്കമുണ്ട്. ഇതാണ് മനുഷ്യന്റെ ഹൃദയം പോലെ തന്നെ പോത്തിന്റെ ഹൃദയം. മനുഷ്യന്റെ ഒരു കൈമുഷ്ടി ചുരുട്ടിപ്പിടിച്ച എത്രയുണ്ട്, അതാണ് ആ മനുഷ്യന്റെ ഹൃദയത്തിന്റെ വലിപ്പം. അതൊരു 500 ഗ്രാം കാണും. എന്നാൽ ഇത് അങ്ങനെയല്ല, ഇത് 2 കിലോയോളം തൂക്കമുണ്ട്. ഇതിനേക്കാൾ തൂക്കമുള്ളത് 3 കിലോ 4 കിലോ തൂക്കമുള്ള ഹൃദയം വരെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. നല്ല സൂപ്പറായിട്ടുള്ള നല്ല ആ ഹൃദയം എങ്ങനെ നമുക്ക് ഹാർട്ട് കറി വെക്കാം. ഈ വെറൈറ്റി വീഡിയോ നിങ്ങൾ കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും 2 തവണ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ ആക്കി എനേബിൾ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള മനോഹരമായ നല്ല നല്ല വീഡിയോകൾ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ മറന്നു പോകാതെ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. 1 രൂപ നഷ്ടമില്ലാത്ത, എന്നാൽ നിങ്ങൾക്കത് വളരെ പ്രയോജനമുള്ള വലിയൊരു ഉപകാരമാണ് നിങ്ങൾ ചെയ്യുന്നത്. താഴെ കാണുന്ന ആ സബ്സ്ക്രൈബ് ബട്ടൺ നോക്കിയിട്ട് സബ്സ്ക്രൈബ് ഇതുവരെ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഹൃദയം നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിനകത്ത് വേസ്റ്റ് ഒന്നുമില്ല. അത് മുറിച്ച് അതിൻ്റെ ആ രക്തക്കുഴലാണ്. ഇതിൻ്റെ രക്തക്കുഴൽ വലിയ PVC പൈപ്പ് പോലെ വളരെ വലിയ വലിയ പൈപ്പുകളൊക്കെയാണ് കാണുന്നത്. എന്നാൽ മനുഷ്യന്റെ ആണെങ്കിൽ വളരെ ചെറിയ ചെറിയ കുഴലുകളായിരിക്കും. ഇതിപ്പോ 3 ഹോള് അതിനകത്തുണ്ട് ആ പൈപ്പിന്. അപ്പൊ ആ 3 കുഴൽ വഴിയാണ്, അതാണ് 3 അറ്റാക്ക് 3 ബ്ലോക്ക് എന്നെല്ലാം പറയുന്നത്. മനുഷ്യന്റെ ഹൃദയം എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് അതിന് വലിയൊരു ഘടനയായിട്ടാണ് ഇത് കാണുന്നത്. ആ 3 വാൽവ് ബ്ലോക്ക് ആകുമ്പോഴാണ് ബൈപ്പാസ് ചെയ്ത് അത് വേറെ പൈപ്പെല്ലാം ഇട്ട് കൊടുത്ത് അങ്ങനെയൊക്കെയുള്ള ശസ്ത്രക്രിയയെല്ലാം ചെയ്യുന്നത്. ഇപ്പൊ ഹൃദയത്തിന്റെ ആകൃതിയും അതിന്റെ ഘടനയും എല്ലാം നമുക്കിത് കണ്ടാൽ മനസ്സിലാവുന്നതാണ്. അതിനകത്ത് വലിയ വലിയ അറകളും രക്തങ്ങൾ പാസ് ചെയ്യുന്ന ധാരാളം കുഴലുകളും എല്ലാം ഉണ്ട്. ഇതിനകത്ത് വേസ്റ്റ് കളയാനൊന്നുമില്ല. എല്ലാം നല്ല ഭംഗിയായിട്ട് കട്ട് ചെയ്തെടുക്കാം. എത്ര തൂക്കമുണ്ടോ അത്ര തൂക്കം തന്നെ നമുക്ക് കറിയായിട്ടും എടുക്കാം. എന്നാൽ ഇത് വെന്ത് കഴിയുമ്പോൾ ചുരുങ്ങിയത് കുറച്ച് കുറയുന്നത് പോലെ തോന്നും. നല്ല ഇറച്ചി എങ്ങനെ ഉണ്ടോ ആ ഇറച്ചി പോലെ തന്നെയാണ് ഇത് കറി വെച്ച് കഴിയുമ്പോൾ ഇതിന്റെ ടേസ്റ്റും എല്ലാം അനുഭവപ്പെടുന്നത്. അത്
കടക്കാര് അത് ഇറച്ചിയിൽ വെട്ടിച്ചേർത്ത് വിടുകയാണ് സാധാരണ ചെയ്യുന്നത്. നമ്മളത് വീഡിയോയ്ക്കായിട്ട് ഹൃദയം കടയിൽ പോയി വാങ്ങിയിരിക്കുന്നതാണ്. നല്ല തമിഴ്നാടൻ സൂപ്പർ പോത്താണ് നമ്മൾ ഈ ഹൃദയം വാങ്ങി നമ്മളത് പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കരിഞ്ഞ് അതെല്ലാം പാത്രത്തിലേക്ക് മാറ്റാം. ഏകദേശം എല്ലാം അരിഞ്ഞു തീരാറായിട്ടുണ്ട്. ഇതെല്ലാം അരിഞ്ഞ് നല്ല ഭംഗിയായി അതിന് വേണ്ടാത്ത വേസ്റ്റുകൾ ഞരമ്പുകളെല്ലാം അതെല്ലാം ഭയങ്കര പ്ലാസ്റ്റിക് പോലെ ഇരിക്കും. ആവശ്യമില്ലാത്തതെല്ലാം നമ്മൾ വേസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 2 കിലോ അടുത്ത് തന്നെ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതാണ് നല്ല ഇറച്ചി കഷ്ണം പോലെ തന്നെ കാണപ്പെടുന്നത്. അങ്ങനെ നമ്മുടെ ഹൃദയം കാട്ടുകയുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെ പാചകം ചെയ്യാം എന്ന് നമുക്കത് നോക്കാം. നമ്മൾ ഈ പോത്തിറച്ചിയല്ല, പോത്തിന്റെ ഹൃദയത്തിന്റെ മാംസമെല്ലാം കാട്ടി ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇത് എങ്ങനെ നമുക്ക് പാചകം ചെയ്യാം എന്നുള്ളത് നമുക്ക് കുക്കിംഗ് വീഡിയോയിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കാം. ഇത് അവസാനം വരെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ദയവായി ഒന്ന് കണ്ടു സഹകരിക്കണമെന്ന് ഓർപ്പിച്ചുകൊള്ളുന്നു. ഇതും നിങ്ങളുടെ വീടുകളിൽ വാങ്ങി ഒന്ന് പരീക്ഷിച്ചാൽ നല്ലതായിരിക്കും. നമ്മുടെ ശരീരത്തിനും ഹൃദയത്തിനും നമ്മുടെ ആരോഗ്യത്തിനുമെല്ലാം വളരെ നല്ലതാണ്. ഇത് കടയിൽ നേരത്തെ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരത് വെച്ചിരിക്കും. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്കത് നല്ലവണ്ണം ഒന്ന് കഴുകി അത് ഭംഗിയാക്കി നമുക്ക് വൃത്തിയാക്കി എടുക്കാം. ഇത് എൻ്റെ പെങ്ങളുടെ വീട്ടിലാണ് ഞാൻ പോയിരിക്കുന്നത്. അപ്പോൾ പെങ്ങളാണ് ഇതെല്ലാം ഇന്നത്തെ പാചകത്തിൽ സഹകരിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ചേച്ചി ആകെ ഒരു പെങ്ങളേ ഉള്ളൂ. ആ ചേച്ചിയുടെ കുക്കിംഗ് എങ്ങനെയുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം. അങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. കഴുകി നല്ല വൃത്തിയാക്കി നല്ല ഭംഗിയാക്കി അതിൻ്റെ രക്തമെല്ലാം പോയതിനു ശേഷം നമ്മളത് ഭംഗിയാക്കി കഴുകിയെടുക്കുകയാണ്. ഇടക്ക് വണ്ടിയെല്ലാം ഓടുന്നുകൊണ്ട് അപശബ്ദമെല്ലാം കയറി വരുന്നുണ്ട്. എല്ലാവരും ദയവായി ക്ഷമിക്കുക. അങ്ങനെ നല്ല സൂപ്പറായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് കുക്കറിലിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട്. അങ്ങനെ നല്ല വേവുണ്ട്. അതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് ഇറച്ചി എങ്ങനെ വേകുന്നു അതേപോലെ തന്നെ ഇതും വേകേണ്ടതുണ്ട്. അങ്ങനെ വെള്ളം ഒട്ടും തന്നെ ചേർത്തിട്ടില്ല. വെള്ളം ചേർക്കണ്ട, ഒട്ടും വെള്ളം ചേർക്കാതെ അതിലേക്ക് ഉപ്പും മഞ്ഞളും ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ട് പിന്നീട് വേണമെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഉപ്പും മഞ്ഞളും ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൈ കൊണ്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെ അടുപ്പത്ത് വെച്ച് പാചകം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് ചൂടായി കഴിയുമ്പോൾ വെള്ളമെല്ലാം തന്നെ വന്ന് ഇറങ്ങിക്കോളും. അങ്ങനെ നമ്മളൊരു 20 വിസിലാണ് അടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അടിക്കൊന്നും പിടിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മൾ കുക്കർ മൂടിയിട്ട് അടപ്പത്തേക്ക് വെക്കുകയാണ്. ഗ്യാസ് സ്റ്റൗ ഓൺ ചെയ്ത് ഗ്യാസ് സ്റ്റൗവിലേക്ക് നമ്മൾ നമ്മുടെ പോത്തിന്റെ ലിവർ ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ചിരിക്കുകയാണ്. ഇനി 20 വിസിലടിക്കുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. ആ സമയത്ത് നമുക്ക് ബാക്കിയുള്ള പാചകത്തിന്റെ കൂട്ടുകളെല്ലാം തയ്യാറാക്കി എടുക്കാം. അതിലേക്കായിട്ട് നമ്മൾ ആവശ്യത്തിന് വെളുത്തുള്ളി, ഇപ്പൊ ഇതില് 8 പീസ് നല്ല വലിയ വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. 2 കഷ്ണം ഇഞ്ചി, 6-7 പച്ചമുളക്, 2 വലിയ സവാള, ഇത്രയുമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്.
നമുക്കിനി സവാള 2 അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു തക്കാളി അതിൻ്റെ തൊലി ചെത്തിക്കളഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. തൊലി ഉണ്ടെങ്കിൽ അത് തൊലി പിന്നെ ചുരുണ്ടി കൊണ്ട് കിടക്കും, പിന്നെ അത് പെറുക്കി മാറ്റാൻ നിൽക്കണം. അപ്പോൾ ആദ്യമേ തന്നെ തൊലി ചെത്തി മാറ്റി നല്ല ഭംഗിയാക്കി വൃത്തിയാക്കി നമ്മൾ ഒരു തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ തക്കാളി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ മിക്സിയുടെ ജാറിൽ നമുക്ക് പേസ്റ്റ് ആക്കി എടുക്കേണ്ടതുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അത് പേസ്റ്റ് ആക്കി എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അത് മിക്സിയിൽ പെട്ടെന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടി അതുകൂടെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് നമുക്ക് ജാറിലേക്ക് മാറ്റാവുന്നതാണ്. വെളുത്തുള്ളി നമ്മൾ അരിഞ്ഞ് ചെറിയ പീസാക്കിയിട്ടുണ്ട്. ഇഞ്ചിയും ചെറുതായിട്ട് പെട്ടെന്ന് ഒന്ന് പേസ്റ്റ് ആകാനായിട്ട്, അല്ലെങ്കിൽ വലിയ വലിയ നാരുകളായിട്ട് ഇഞ്ചിയെല്ലാം കാണും. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്താൽ അത് നല്ല പേസ്റ്റായി കിട്ടും. അങ്ങനെ ഇഞ്ചിയും നമ്മൾ അരിഞ്ഞു ചേർത്തിട്ടുണ്ട്. അതിനുശേഷം പച്ചമുളക് കൂടെ നമുക്ക് ജാറിലേക്ക് ഇട്ടിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർന്ന് പേസ്റ്റാക്കി നമുക്ക് എടുക്കാവുന്നതാണ്. ഇപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റുകയാണ്. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. അതേപോലെ പച്ചമുളക് വിട്ട് പച്ചമുളക് ഒന്ന് 2 ആക്കി ഇട്ട് കൊടുത്താൽ അതും ഒന്ന് പെട്ടെന്ന് ജ്യൂസായി കിട്ടും. അത് 2 ആക്കി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതൊന്ന് നല്ലവണ്ണം ഒന്ന് അടിച്ച് പേസ്റ്റാക്കി എടുക്കാം. മിക്സി ജാറിൽ പേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് നല്ലവണ്ണം പേസ്റ്റായി കഴിയുമ്പോൾ മിക്സി ഓഫ് ചെയ്തിട്ട് നമുക്ക് അടുത്ത പാചകത്തിൻ്റെ പരിപാടിയിലേക്ക് കടക്കാം. ഇപ്പോൾ ഏകദേശം കുക്കറും നല്ലവണ്ണം വിസിലൊക്കെ അടിച്ച് 20 വിസിൽ അടിച്ചിട്ടുണ്ട്. നമ്മൾ കുക്കർ താഴെ ഇറക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് സവാള അടുപ്പത്ത് വെച്ച് തയ്യാറാക്കി എടുക്കാം. അതിലേക്ക് നമ്മൾ മസാലക്കൂട്ടെല്ലാം എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, ഗരം മസാലപ്പൊടി, മല്ലിപ്പൊടി, ഇത്രയും ഐറ്റംസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സാധാരണ ഇറച്ചി കറി വെക്കുന്നത് പോലെ തന്നെ ഉള്ള ഐറ്റംസ് മതി. ഇതെല്ലാം നമുക്ക് അറിയാവുന്നതാണെങ്കിലും ഇത് പാചകം ചെയ്യുന്നതിന്റെ രീതി ഇവിടെ വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ 2 സവാള അരിഞ്ഞു വെച്ചത്, ചോപ്പ് ചെയ്ത് വെച്ചത് അത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾക്ക് വേപ്പില ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് ആണ് നമ്മൾ പാചകം ചെയ്യുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് സവാള വഴറ്റിയെടുത്ത് അതിലേക്ക് നമ്മൾ 2 തണ്ട് വേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ വേപ്പില ചേർത്ത് ഇളക്കി സവാള നല്ലൊരു പരുവായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് മസാലയുടെ കൂട്ടുകളും പൊടികളും എല്ലാം ചേർത്ത് കൊടുക്കാം. മുളക് ഏറ്റവും ലാസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി. ഇപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുത്ത് ഇളക്കുകയാണ്. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും പേസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ അത് അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി എണ്ണ കൂടെ നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ
നമ്മൾ ചേർത്ത് കൊടുക്കണം. വെള്ളം ഇപ്പൊ ഉടനെ തന്നെ ചേർത്ത് കൊടുക്കരുത്. വെള്ളം ഇതിന്റെ നെയ്യ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല. അതിന്റെ മുകളിൽ നിന്ന് നമ്മൾ ഇപ്പൊ എണ്ണ അത്യാവശ്യത്തിന് സ്വല്പം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ഇനിയും വേണം, കാരണം പൊടികളെല്ലാം ചേർക്കുമ്പോൾ അത് വീണ്ടും ഡ്രൈ ആയി വരും. അപ്പൊ അതുകൊണ്ട് എണ്ണ അധികം ചേർക്കാതെ, കാരണം അധികം എണ്ണ ചേർത്താൽ പിന്നെ ഒരുപാട് നെയ്യായി വരും. ഇപ്പോ നമ്മൾ കുക്കർ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ധാരാളം നെയ്യ് മുകളിൽ തെളിഞ്ഞിരിക്കുന്നതാണ്. ആ നെയ്യ് ഇതിലോട്ട് ചേർത്ത് കൊടുത്താൽ നമുക്ക് ആവശ്യത്തിന് എണ്ണ ലഭിക്കുന്നതാണ്. അതിലേക്ക് നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ചേർത്ത് കൊടുത്തപ്പോൾ ഏകദേശം അതിൻ്റെ പരുവത്തിലായിട്ടുണ്ട്. നമുക്കിനി പൊടികളെല്ലാം ചേർത്ത് കൊടുക്കേണ്ട സമയമായിട്ടുണ്ട്. പൊടികൾ എത്രയുണ്ടോ അതെല്ലാം ഏതെല്ലാം വിധത്തിൽ ചേർക്കണമെന്ന് നമ്മളിവിടെ നോക്കുക. മുളക് പൊടി ആദ്യം ഇടരുത്, പിന്നെ അത് കരിഞ്ഞു പൊഴിഞ്ഞ് ചുമച്ച് പിന്നെ നമ്മളെല്ലാം ഓടേണ്ടി വരും. അപ്പോൾ ആദ്യമേ തന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. മല്ലിപ്പൊടി നല്ലവണ്ണം അതൊന്ന് മൂത്ത് വരുമ്പോൾ ബാക്കിയുള്ള പൊടികളെല്ലാം ഇട്ട് കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ. എല്ലാ പൊടിയും കൂടി നമ്മൾ ഒരുമിച്ചിട്ടാൽ മുളക് പെട്ടെന്ന് കരിഞ്ഞിട്ട്, കാരണം ഇതെല്ലാം ഒരു അരപ്പരുവത്തിലാകുമ്പോൾ കുത്തൽ വരാനിടയായിത്തീരും. ഇപ്പോൾ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം അതെല്ലാം പാകമായപ്പോൾ നമ്മൾ ഗരം മസാലയും ഇറച്ചി മസാല, അതായത് മീറ്റ് മസാലയും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു സ്പൂണ് കുരുമുളക് പൊടിയും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി ഇപ്പോൾ ഇടരുത്. മുളക് പൊടി ഇതൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി അധികം മരിഞ്ഞു പോയാൽ പിന്നെ ചുമ വരാനിടയായിത്തീരും, അത് പൊളിഞ്ഞു വരാനിടയായിത്തീരും. ഇപ്പൊ നമ്മള് ആവശ്യത്തിന് നെയ്യ് കൂടെ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുക്കറിൽ നിന്ന് അതിന്റെ തെളി നെയ്യ് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം ചേർക്കണ്ട ഇപ്പോൾ, കാരണം പിന്നെ വെള്ളമെല്ലാം വറ്റി വരാൻ ഒരുപാട് സമയം എടുക്കും. ഇനി നമുക്ക് ആ നെയ്യുള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് കുറച്ച് ടേസ്റ്റും വരും, ആ നെയ്യുടെ അളവും കുറയും. അല്ലെങ്കിൽ ഒരുപാട് നെയ്യുടെ അളവ് കൂടും, പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റാതെ ആകെ കൺഫ്യൂഷൻ ആവും. ഇപ്പോൾ കണ്ടോ, അതിന്റെ ആ വെള്ളം അങ്ങ് വറ്റി കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിന് നെയ്യുമായി ഇതിന്റെ വെള്ളവും കുറയാനിടയായിത്തീരും. ഒട്ടും വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല. അതിനകത്ത് കാണുന്ന വെള്ളം തന്നെയാണ് ഈ കാണുന്ന എല്ലാം. നമ്മൾ പുറത്ത് നിന്ന് ഒരു ഗ്ലാസ് വെള്ളം പോലും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ടൊമാറ്റോ സോസ് അല്പം ചേർത്ത് കൊടുക്കാം. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചില്ലി സോസും സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പൊ നമ്മൾ ഇവിടെ ഒരു ചെറിയ പാക്കറ്റ് ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു ടൊമാറ്റോ നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു പാക്കറ്റ് ടൊമാറ്റോ സോസും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അധികം ടൊമാറ്റോ സോസ് ആയിട്ടുണ്ടെങ്കിൽ ധാരാളം മധുരം വരാനിടയായിത്തീരും. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ അതിൻ്റെ ആ ഗ്രേവി എല്ലാം നല്ല പരുവത്തിനായിട്ടുണ്ട്. നമ്മൾ ഇതിനിടക്ക് മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയി. ലാസ്റ്റ് മുളക് പൊടിയും ചേർത്തിട്ടാണ് നമ്മൾ ഇളക്കിയിട്ടാണ് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തത്. അങ്ങനെ എല്ലാ പൊടികളും മസാലകളും എല്ലാം ആയി കഴിഞ്ഞു. നമ്മൾ അതിലേക്ക് കുക്കറിൽ നിന്ന് നമ്മൾ ഹാർട്ട് പാകമാക്കി വെച്ചിരിക്കുന്നത് നല്ല വെന്തത് അത് നമ്മൾ വീണ്ടും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അരപ്പിലേക്ക് മസാലയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നല്ലവണ്ണം ഒന്ന് ചൂടായി അതിന്റെ ആ വെള്ളാംശം ഉണ്ടോ, ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കാതെ തന്നെ ഇത്രയും വെള്ളം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ധാരാളം വെള്ളം ചേർത്താൽ പിന്നെ ഇതെല്ലാം വെന്ത് കിട്ടാൻ വളരെ താമസിക്കും. ഇതിലേക്ക് നമ്മൾ ഒരു നാരങ്ങ പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇപ്പോ അതിന്റെ പകുതി ഇപ്പൊ ചേർത്ത് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ മറ്റുള്ള
അതിന്റെ കുരു എല്ലാം കളഞ്ഞതിന് ശേഷം നമ്മൾ നാരങ്ങ പിഴിഞ്ഞു കൊടുക്കണം. ഒരെണ്ണം ചേർത്ത് കൊടുത്ത് രണ്ടാമത്തെ പീസും നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഒരു നാരങ്ങ മുഴുവനായിട്ട് പിഴിഞ്ഞ് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഉപ്പ് നോക്കിയതിന് ശേഷം ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഇനിയും എത്ര ഉപ്പ് വേണമോ അത്ര ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന്റെ അളവിനാണ് ലാസ്റ്റത്തെ ഉപ്പ് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ഏകദേശം എല്ലാം തയ്യാറായി കഴിഞ്ഞു. അങ്ങനെ ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഈ പരുവത്തിൽ നമുക്ക് ഇറക്കി മാറ്റാം. അല്പം ചാറോടുകൂടിയാണ് നമ്മൾ എടുക്കുന്നത്. ചപ്പാത്തിയും ആണ് നമ്മളിതിന്റെ കഴിക്കാനായിട്ട് കൂട്ടായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് അല്പം ചാറും വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പോ ഇത് നല്ല പാകമായിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടപ്പത്തിൽ നിന്ന് ഇറക്കി വെച്ച് നമുക്ക് നമ്മുടെ ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇത്രയും ചാറിലാണ് എടുത്തിരിക്കുന്നത്. ചപ്പാത്തിയും ചാറും ചേർത്ത് അതിന്റെ ആ കൂട്ടായിട്ട് കഴിക്കുമ്പോഴാണ് ടേസ്റ്റ്. ഇത്രയും വലിയ ഒരു ഹൃദയം, നല്ല വലിയ ഹൃദയമാണ് കറി വെച്ചിരിക്കുന്നത്. നമ്മളത് ചെറുതായിട്ട് പീസാക്കി കറി വെച്ചിട്ട് നമ്മൾ ചെറുതായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിച്ചു നോക്കിയിട്ട് ഉത്തരം പറയാം. ചപ്പാത്തി എടുത്തിട്ടുണ്ട്, നല്ല അടിപൊളി ചപ്പാത്തി, വടക്കേന്ത്യൻ ചപ്പാത്തി പോലെ നല്ല സൂപ്പർ ചപ്പാത്തിയാണ്. നല്ല ചൂട. ഇതാണ് ചപ്പാത്തിയും ഹൃദയവും കറി വെച്ചത്. കഴിച്ചിട്ടുണ്ട്, സൂപ്പർ, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇത് നിങ്ങളും നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളും ഒരു ഹൃദയം വാങ്ങി, ഒരു ചെറിയ ഹൃദയം എന്ന് പറയുമ്പോൾ തന്നെ 1.5 കിലോ 2 കിലോ എല്ലാം കാണും. ഇറച്ചിക്ക് എന്ത് വിലയുണ്ടോ ആ വിലക്ക് തന്നെയാണ് ഹൃദയവും നമുക്ക് മുമ്പേ പോയി ഓർഡർ ചെയ്താൽ അവര് എടുത്ത് മാറ്റി വെച്ചിരിക്കും. ഇറച്ചിയുടെ വില തന്നെ കൊടുത്താൽ ഈ ഹൃദയം കിട്ടുന്നതാണ്. ഇത് നമ്മുടെ ശരീരത്തിനും ആരോഗ്യത്തിനും എല്ലാം നല്ലതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ, നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ തുടർന്നുള്ള ഞങ്ങളുടെ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ടാറ്റ, നന്ദി, നമസ്കാരം, ഗുഡ് ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.